എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും ചോദിക്കുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതു മുതൽ പല വിദ്യാർത്ഥികളും പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ, ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതിനായി നമ്മൾ അപേക്ഷ വീണ്ടും പുതുക്കി നൽകേണ്ടതുണ്ടോ? എല്ലാവരും അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? അറിയാതെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു പോയാൽ എന്താണ് പിന്നീട് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ +1 അലോട്ട്മെൻറ്റിനായി അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള കാര്യം, എല്ലാവരും അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? അത്തരത്തിൽ യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്താൽ മതി. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അപ്ലിക്കേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വരും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ, അപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയ വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം. അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു സമയത്ത്, ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ്. ആ കാര്യം മനസ്സിലാക്കുക. ഇനി ഓപ്ഷനുകളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഓപ്ഷനുകളിൽ മാറ്റം വരുത്താം. ഓപ്ഷനുകളിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സാധ്യത വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്ന് സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഓപ്ഷനുകളിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും അപേക്ഷ എഡിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഇനി എത്ര തവണ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ പറയുന്നതാണ്, ഒറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ. ഇനി നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടം എത്തണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമേ ഇനി നിങ്ങളുടെ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്. വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ആവർത്തിക്കേണ്ടി വരുന്നത്. ഇനി അതേപോലെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്നൊരു സംശയം, അറിയാതെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് നിർബന്ധമായും ഫൈനൽ സബ്മിഷൻ നടത്തിയിരിക്കണം. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായി പരിഗണിക്കില്ല. ഇനി ഈ ഒരു എഡിറ്റ് ചെയ്യേണ്ടാത്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ, അപേക്ഷയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായി ചെയ്യേണ്ടതുണ്ടോ? അതായത് നമ്മുടെ അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ടോ, റിന്യൂ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ട്. അത്തരത്തിലൊന്നും നിങ്ങൾ യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു അപേക്ഷ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കും തേർഡ് അലോട്ട്മെൻറ്റിലേക്കും പരിഗണിച്ചോളും. അതായത് മുഖ്യഘട്ടം, തേർഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള മുഖ്യഘട്ടത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ് നിങ്ങളിപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷം സപ്ലിമെൻ്ററി ഘട്ടത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ട്. അതൊക്കെ കൃത്യമായി ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തു തന്നെയായാലും ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ അപ്ലിക്കേഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായി ആരും തന്നെ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകേണ്ടതില്ല. എന്നാൽ എഡിറ്റ് ചെയ്ത്
തുടങ്ങിയ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രം അവരത് ഫൈനൽ സബ്മിഷൻ ചെയ്ത് പൂർത്തിയാക്കണം. ആ കാര്യം ഓർമ്മിക്കുക. ഇനി ചിലരെങ്കിലും ചോദിക്കുന്ന മറ്റൊരു സംശയം, റീവാല്യുവേഷനിൽ മാർക്ക് മാറിയ വിദ്യാർത്ഥികൾ അത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? നിങ്ങൾ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ആ മാർക്ക് നൽകേണ്ടതില്ല, അതവിടെ ഓട്ടോമാറ്റിക്കായി വന്നോളും. അതേപോലെ തന്നെ റീവാല്യുവേഷനിൽ നിങ്ങളുടെ മാർക്ക് മാറിക്കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ അപ്ഡേറ്റ് ആയിക്കോളും. അത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടതില്ല. ആ ഒരു കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും സംശയമുള്ള ചില കാര്യങ്ങൾക്കുള്ള മറുപടി നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള +1 പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഇതേപോലുള്ള വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.